ഹലോ ഓൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാരും LSS എക്സാമിന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലായിരിക്കും അല്ലേ. സോ എക്സാമിങ് അടുക്കാറായതുകൊണ്ട് തന്നെ നമുക്കിനി വേണ്ടത് ക്വസ്റ്റ്യൻസുമായിട്ടുള്ള പ്രാക്ടീസാണ്. നമുക്ക് ഏറെക്കുറെ ഇപ്പോൾ കോൺസെപ്റ്റുകളൊക്കെ നമുക്കറിയാം, നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പുമായിട്ട് നല്ലൊരു പരിചയം വരുത്തുക എന്നുള്ളതാണ്. ഈ ഒരു പരിചയം വന്നാൽ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ക്വസ്റ്റ്യൻസ് ഐഡൻറ്റിഫൈ ചെയ്ത് കോൺസെപ്റ്റ് മനസ്സിലാക്കി ഐഡിയ മനസ്സിലാക്കി ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കിത് പാർട്ടായിട്ട് ചെയ്യാം. സോ ഇന്ന് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്നറിയോ, നിങ്ങൾ ഓടിപ്പോയി ഒരു ബുക്കും ഒരു പെന്നും ഒക്കെ എടുത്ത് വന്ന് സെറ്റായിട്ടിരിക്കുക. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുമല്ലോ, അപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ച് ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വീഡിയോ പോസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെയ്യണം. ആഫ്റ്റർ ദാറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ ചെക്ക് ചെയ്യണം. ഇനി ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കി പോകാവുന്നതാണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കുക വേണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷീലാമ്മയുടെ തൊഴിൽ പശു വളർത്തലാണ്. ദിവസവും 10 ലിറ്റർ പാല് വിൽക്കുന്നുണ്ട്. അതിൽ 5 ലിറ്റർ പാലിൻ്റെ വില കൊണ്ട് പശുവിൻ്റെ ചിലവ് കഴിയും. അപ്പോൾ ബാക്കി എത്ര ലിറ്റർ പാലിൻ്റെ പൈസ ആയിരിക്കും ഷീലാമ്മ എടുക്കുക? മൊത്തം 10 ലിറ്റർ കിട്ടുന്നുണ്ട്, അതിൽ 5 ലിറ്റർ പാലിൻ്റെ വില കൊണ്ട് പശുവിൻ്റെ ചിലവ് കഴിയുമെങ്കിൽ ബാക്കി 5 ലിറ്റർ പാലിൻ്റെ പൈസ കൊണ്ടായിരിക്കും അല്ലേ ഷീലാമ്മയുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അതെ, ഇനി 1 ലിറ്റർ പാലിന് എത്ര രൂപയാണ് തന്നിട്ടുണ്ട്? 31 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? പാലിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം എത്ര, പശുവിൻ്റെ ചിലവ് കഴിഞ്ഞ ഒരു ദിവസം എത്ര രൂപ മെച്ചമുണ്ട്, വീട്ടാവശ്യങ്ങൾക്കായി ദിവസം 125 രൂപ വീതം ആവശ്യമാണെങ്കിൽ ബാക്കി തുക ഷീലാമ്മ ബാങ്കിൽ നിക്ഷേപിക്കുന്നുണ്ട്. 30 ദിവസം കൊണ്ട് എത്ര രൂപ ബാങ്കിൽ നിക്ഷേപിക്കും? അങ്ങനെയെങ്കിൽ ഒരു വർഷത്തെ നിക്ഷേപം എന്ത്? 4 എളുപ്പമുള്ള ചോദ്യമാണല്ലേ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വായിക്കുക, ഏതിൻ്റെയൊക്കെ വാല്യൂസ് ആണെന്ന് മനസ്സിലാക്കി കണക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആൻസേഴ്സ് നോക്കാം. ആദ്യം പാലിൽ നിന്നുള്ള ഒരു ദിവസത്തെ വരുമാനം. 1 ലിറ്റർ പാലിന് 31 രൂപയാണ്. ഒരു ദിവസം 10 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആൻസർ 31 × 10 310 റുപ്പീസ് 310 റുപ്പീസ് 310 രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം. പശുവിൻ്റെ ചിലവ് കഴിഞ്ഞ് ഒരു ദിവസം എത്ര രൂപ മെച്ചമുണ്ട്? 5 ലിറ്റർ പാല് കൊണ്ടാണ് പാലിൻ്റെ പൈസ കൊണ്ടാണ് പശുവിൻ്റെ ചിലവ് കഴിയുക. മൊത്തം 10 ലിറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കി 5 ലിറ്ററിൻ്റെ പൈസ കൊണ്ടിട്ടാണ് ഷീലാമ്മയുടെ ബാക്കി ചിലവുകൾ അല്ലേ. അപ്പോൾ അത് എത്രയായിരിക്കും? 31 × 5 155 രൂപ. വീട്ടാവശ്യങ്ങൾക്കായി എത്ര രൂപ എടുക്കുന്നത്? 125. എന്നിട്ട് ബാക്കി പൈസ എന്ത് ചെയ്യും? ബാങ്കിൽ നിക്ഷേപിക്കും അല്ലേ. അപ്പോൾ പശുവിൻ്റെ ചിലവ് കഴിഞ്ഞ് മിച്ചമുള്ള തുക 155 രൂപയാണ്. അതിൽ 125 രൂപയാണ് ഒരു ദിവസത്തെ ചിലവ്. അപ്പോൾ ബാക്കി എത്രയാണ് കയ്യിൽ വരിക? 30 രൂപ ഒരു ദിവസത്തെ സമ്പാദ്യമായിട്ട് ഷീലാമ്മയ്ക്ക് കിട്ടുന്നുണ്ട്. ഈ 30 ദിവസത്തെ സമ്പാദ്യം, അതായത് ഈ 30 രൂപ 30 ദിവസം നമ്മൾ നിക്ഷേപിച്ച് കഴിയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 30 × 30 900 രൂപ. ഇനി ഈ രീതിയിൽ എല്ലാ മാസവും നിക്ഷേപിച്ചാൽ ഒരു വർഷത്തെ നിക്ഷേപം എന്ത്? ഒരു ദിവസത്തെ നിക്ഷേപം 30 രൂപയാണ്. ഒരു വർഷം എത്ര ദിവസമുണ്ട്? 365 ദിവസം. സോ നമുക്ക് എന്ത് ചെയ്യാം? 365 × 30 10950 രൂപ എന്നുള്ള ആൻസർ ആയിരിക്കും നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാൻ മടിക്കരുതേ. അടുത്ത ക്വസ്റ്റ്യൻ. വിമലപുരം ഗവൺമെൻറ് LP സ്കൂളിൽ 1ാം ക്ലാസ്സിലെ 27 കുട്ടികൾക്കും 2ാം ക്ലാസ്സിലെ 29 കുട്ടികൾക്കും 3ാം ക്ലാസ്സിലെ 21 കുട്ടികൾക്കും 4ാം ക്ലാസ്സിലെ 32 കുട്ടികൾക്കും സൗജന്യമായി പാഠപുസ്തകം വിതരണം ചെയ്തു. 1-2 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾക്ക് 70 രൂപ വീതവും 3-4 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾക്ക് 120 രൂപ വീതവുമാണ് വിലയെങ്കിൽ ആ വിലയാണ് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിക്കേണ്ടത്? ഈ സ്കൂളിൽ എത്ര കുട്ടികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്? 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിതരണം ചെയ്ത പുസ്തകങ്ങളുടെ വില എന്ത്? ഈ സ്കൂളിൽ വിതരണം ചെയ്ത പുസ്തകങ്ങളുടെ ആകെ വില എന്ത്? ഈ 3 ക്വസ്റ്റ്യനാണ് നമ്മൾ ആൻസർ കണ്ടുപിടിക്കേണ്ടത്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കോളൂ, ഒന്നുകൂടെ വായിക്കൂ, പോസ് ചെയ്യൂ, ആൻസർ ചെയ്ത് നോക്കിക്കോളൂ. അതിന് ശേഷം ആൻസർ നോക്കണേ. ഓക്കെ, നമ്മൾ ആൻസർ നോക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ എന്താ ചെയ്തതെന്നറിയോ, ഞാൻ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിന് ഞാനൊരു ടേബിളിൻ്റെ ഫോമാറ്റിലാക്കി 1, 2, 3, 4 ക്ലാസ്സുകളിലുള്ള കുട്ടികളുടെ എണ്ണം. അതുകൂടാതെ തന്നെ 1, 2 ക്ലാസ്സുകളുടെ ടെക്സ്റ്റിൻ്റെ വില 70 രൂപയാണെന്നും 3, 4 ക്ലാസ്സുകളുടെ ടെക്സ്റ്റിൻ്റെ വില 120 രൂപയാണെന്നും മാർക്ക് ചെയ്തു.
ഇതൊരു ഈസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ടാണ്. ഇത് നോക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലേ? ആ വായിക്കുമ്പോൾ തന്നെ ഇതൊന്ന് നോട്ട് ചെയ്ത് പോയാൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മറ്റേതാണെങ്കിൽ ഓക്കെ ഓരോ തവണ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും വായിച്ചൊക്കെ എടുക്കേണ്ടി വരും. അതിനുശേഷം ഈ സ്കൂളിൽ എത്ര കുട്ടികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് ഓരോ ക്ലാസ്സിലെയും കുട്ടികളുടെ എണ്ണം അറിയാം അല്ലേ? 1ാം ക്ലാസ്സിൽ എത്ര പേരുണ്ട്, 2ൽ എത്ര പേരുണ്ട്, 3ൽ എത്ര പേരുണ്ട്, 4ൽ എത്ര പേരുണ്ട് നമുക്കറിയാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. സോ 27 + 29 + 21 + 32 വിൽ ബി ദ ആൻസർ. എത്രയാണ്? 109 കുട്ടികൾക്കാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വിതരണം ചെയ്ത പുസ്തകങ്ങളുടെ വില എന്ത്? 27 × 70 1890 രൂപ. എങ്ങനെയാണ് കിട്ടിയത്? 1ാം ക്ലാസ്സിലെ ടെക്സ്റ്റിൻ്റെ വില 70 രൂപയാണ്. ഒരു കുട്ടി എത്ര രൂപ കൊടുക്കണം? 70 രൂപ കൊടുക്കണം. അങ്ങനെ അവിടെ എത്ര കുട്ടികളുണ്ട്? മൊത്തം 27 കുട്ടികളുണ്ട്. സോ ഒരു കുട്ടി 70 രൂപ കൊടുത്താൽ 70 രൂപ. അപ്പോൾ 27 പേര് കൊടുക്കുമ്പോൾ എത്ര രൂപയാകും? 27 × 70 1890. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മൂന്നാമതൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഈ സ്കൂളിൽ വിതരണം ചെയ്ത പുസ്തകങ്ങളുടെ ആകെ വില എന്ത്? അതെങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കിയേ. നമുക്ക് ഈ 2 കോളം നമ്മൾ ആദ്യമേ ചെയ്തു വെച്ചിരുന്നു. ഇനി പ്രൈസ് ഓഫ് ടെക്സ്റ്റ് ബുക്ക്, ഓരോ ക്ലാസ്സിൽ നിന്നും കിട്ടിയ പൈസ എത്രയെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം 1, 2 ക്ലാസ്സുകളിൽ 70 രൂപയാണ് ഒരു കുട്ടി കൊടുക്കുക. അവിടെ മൊത്തം എത്ര കുട്ടികളുണ്ട്? 27 കുട്ടികളുണ്ട് 1ാം ക്ലാസ്സിൽ, 29 കുട്ടികളുണ്ട് 2ാം ക്ലാസ്സിൽ. അങ്ങനെയെങ്കിൽ 1ാം ക്ലാസ്സിലെ കുട്ടികൾ എത്ര രൂപ കൊടുത്തു കാണും? 27 × 70 1890. 2ാം ക്ലാസ്സിൽ 29 കുട്ടികളുണ്ട്, അതുകൊണ്ട് തന്നെ 29 × 70 2030 രൂപയാണ് 1ലെയും 2ലെയും കുട്ടികൾ കൊടുത്തത്. അതുപോലെ 3ലെയും 4ലെയും കുട്ടികളുടെ കണ്ടുപിടിക്കാമല്ലോ. ഇവിടെ വ്യത്യാസം എന്താണ്? ടെക്സ്റ്റ് ബുക്കിൻ്റെ വില 120 രൂപയാണ്. മൊത്തം 3ാം ക്ലാസ്സിൽ 21 കുട്ടികളാണുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 21 × 120 ചെയ്തു. 4ാം ക്ലാസ്സിൽ മൊത്തം 32 കുട്ടികളാണുള്ളത്. ഒരു കുട്ടി 120 രൂപ വീതമാണ് കൊടുക്കുന്നത്. അങ്ങനെയെങ്കിൽ 32 കുട്ടികൾ എത്ര രൂപ കൊടുക്കും? 32 × 120 3840 രൂപയായിരിക്കും കൊടുക്കുക. അപ്പോൾ ആൻസർ എങ്ങനെയാണ് ചെയ്യുക? ഈ എല്ലാ വിലകളും കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും. എന്ത് ആൻസറാണ് കിട്ടുന്നത്? ഈ സ്കൂളിൽ വിതരണം ചെയ്ത പാഠപുസ്തകങ്ങളുടെ ആകെ വില എന്തെന്ന് കിട്ടും. ഓക്കെ, ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ കൊടുത്ത വിലകൾ കണ്ടുപിടിക്കുക, എല്ലാം കൂടെ ആഡ് ചെയ്യുക. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം നോക്കാം. ടീച്ചർ 3745 എന്ന സംഖ്യ ബോർഡിൽ എഴുതി. ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമേ കണ്ടുപിടിക്കുക എന്താണ് ഈ നമ്പറിലുള്ള വൺസിൻ്റെ പ്ലേസിലുള്ള നമ്പർ ഏതാണ്, ടെൻസിൻ്റെ പ്ലേസിൻ്റെ നമ്പർ ഏതാണ്, 100ൻ്റെ പ്ലേസിൽ ഏതാണ്, 1000ൻ്റെ പ്ലേസിൽ ഏതാണെന്നുള്ളത് നിങ്ങളൊന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ആൻഡ് എത്ര ആയിരങ്ങളുണ്ട്, എത്ര 10 ഉണ്ട്, എത്ര 100 ഉണ്ട്, എത്ര ഒന്നുകളുണ്ട് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൂടെ നോട്ട് ചെയ്ത് വെക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ഈ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്, പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ കാണിക്കുന്ന ഓരോ ചോദ്യവും വ്യക്തമായി മനസ്സിലാക്കുക. കോൺസെപ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ടീച്ചറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ടതാണ് കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ച് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നെ ആദ്യമേ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കാര്യങ്ങളെല്ലാം ആദ്യമേ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യനായിട്ട് നോക്കാം. ഈ സംഖ്യയിൽ എത്ര 10കളുണ്ട്? എത്ര 10കളാണ് ഇവിടെ ഉള്ളത്? സംഖ്യ 3745 ആണ്. സോ ഇവിടെ 374 10കളാണ് ഉള്ളത്. 10ൻ്റെ സ്ഥാനത്തെ അക്കം എത്രയാണ്? 4ആണ്. സംഖ്യയിൽ എത്ര ആയിരങ്ങളുണ്ട്? 3 ആയിരങ്ങളാണുള്ളത്. 100ൻ്റെ സ്ഥാനത്തെ അക്കം ഏതാണ്? 7 ആണ്. ആൻഡ് സംഖ്യയിൽ എത്ര ഒന്നുകളുണ്ട്? 3745. ഇതൊരു 4 ഡിജിറ്റ് നമ്പറാണ്. ഇനി എത്ര ഡിജിറ്റ് നമ്പർ ആണെങ്കിലും ആ നമ്പറിൽ എത്ര വൺസ് ഉണ്ടെന്ന് ചോദിച്ചാൽ അതേ നമ്പർ തന്നെ എഴുതി വയ്ക്കുക. ആൻഡ് ഇവിടെ 4 ഡിജിറ്റ് ആണ്. സോ ഇവിടെ എത്ര 10കളുണ്ട്? സോ ഈ ഫസ്റ്റ് 3 നമ്പേഴ്സ് കൺസിഡർ ചെയ്യുക. 3, 7, 4. ഇനി ഇവിടെ എത്ര 100കളുണ്ട്? 3, 7, 37 ഹൺഡ്രഡ്സ് ആണ് ഇവിടെ ഉള്ളത്. എത്ര തൗസൻഡ്സ് ഉണ്ട്? 3000s ആണ് ഉള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. അടുത്ത ക്വസ്റ്റ്യൻ. സുകുമാരൻ്റെ കടയിൽ 7 2000ൻ്റെ നോട്ടുകളും 9 500ൻ്റെ നോട്ടുകളും 16 100ൻ്റെ നോട്ടുകളും 24 10ൻ്റെ നോട്ടുകളും 6 5 രൂപ നാണയങ്ങളും 11 2 രൂപ നാണയങ്ങളും 7 1 രൂപ നാണയങ്ങളും ഉണ്ടായിരുന്നു. ഭയങ്കര ലെങ്തി ആയിട്ടല്ലേ? നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ആവും. അയ്യോ 7 2000 9 500 ഈ ഒരു കാര്യത്തിൻ്റെ വേഗം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഉടനെ തന്നെ സൈഡിലൊന്ന് ടേബിൾ വരച്ച് എഴുതി വെച്ചു. 2000ൻ്റെ 7 നോട്ടാണുള്ളത്, 500ൻ്റെ 9 ഉണ്ട്. ഇത് നോക്കി എനിക്ക് ഒറ്റയടിക്ക് മനസ്സിലാവുന്നുണ്ടല്ലേ? വേറെ ഒരു പ്രയാസവും തോന്നുന്നില്ല. ഓക്കെ, ആദ്യം ഇതൊന്ന് മനസ്സിലാക്കി എഴുതി വയ്ക്കാം. ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ആകെ തുക എത്ര രൂപയുണ്ടെന്ന് കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ്? ഇപ്പോൾ എൻ്റെ കയ്യിൽ
500-ൻ്റെ 4 നോട്ടുകളുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ കയ്യിൽ മൊത്തം എത്ര രൂപയുണ്ടാവും? ഞാൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 500 എണ്ണും അല്ലേ? 500, 1000, 1500, 2000 4 തവണ. അപ്പോൾ 500 × 4 ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് ഫുൾ എമൗണ്ട് കിട്ടും. എൻ്റെ കയ്യിൽ 500-ൻ്റെ 4 നോട്ടുകളും 100-ൻ്റെ 2 നോട്ടുകളുമാണുള്ളത്. അപ്പോൾ 500-ൻ്റെ 4 എന്ന് പറയുമ്പോഴത്തേക്കും 2000 രൂപയുണ്ട്. 100-ൻ്റെ 2 എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ 200 രൂപയുണ്ട് അല്ലേ? 100-ൻ്റെ 2 2 × 100 200. അപ്പോൾ രണ്ടും കൂടെ കൂട്ടിയാൽ എൻ്റെ കയ്യിൽ മൊത്തം എത്ര രൂപയുണ്ടെന്ന് നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതുപോലെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്. ബി ക്വസ്റ്റ്യൻ. ബൈജു ഈ കടയിൽ നിന്ന് 135 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി. 500 രൂപയുടെ ഒരു നോട്ട് കൊടുത്തിട്ട് ബാക്കി എത്ര രൂപ ബൈജുവിന് തിരിച്ച് കിട്ടിക്കാണും എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. നമ്മളെല്ലാവരും കടയിൽ പോകുന്ന ആൾക്കാരാണല്ലേ, നമുക്കറിയാം ബാക്കി കിട്ടുമ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് ഇപ്പോൾ കടയിൽ എത്ര രൂപയുണ്ട്? അപ്പോൾ ബൈജു വന്ന് 135 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കടയിൽ എത്ര രൂപ വന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇപ്പോൾ കടയിൽ എത്ര 100 രൂപ നോട്ടുകളുണ്ട്? അതൊരു കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻ ആണല്ലേ. നമ്മൾ 100 രൂപ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഓരോ ആൻസറായിട്ട് നോക്കാം. ആകെ തുക എത്ര? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് കണ്ടല്ലോ. 2000 × 7 14,000, 500 × 9 4500, 100 × 16 1600. അങ്ങനെ ഞാൻ ഓരോന്നും കണ്ടുപിടിച്ചു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എനിക്ക് ആകെ തുക കിട്ടുമല്ലോ. കിട്ടും. എത്ര രൂപയാണ്? 20,399 രൂപയാണ് കടയിൽ ആകെ ഉള്ളത്. ആൻഡ് നെക്സ്റ്റ് നോക്കിയേ, ബൈജു വന്നിട്ട് എത്ര രൂപയ്ക്ക് സാധനം വാങ്ങി? 135 രൂപ. എന്നിട്ട് എത്ര രൂപയുടെ നോട്ടാണ് കൊടുത്തത്? 500 രൂപയുടെ നോട്ടാണ് അങ്ങോട്ട് കൊടുത്തത്. അപ്പോൾ തിരിച്ച് എത്ര രൂപ കിട്ടുമായിരിക്കും? 135 രൂപ കടക്കാരനെടുത്തിട്ട് ബാക്കി പൈസ കൊടുക്കണം അല്ലേ. സോ 500 - 135 എത്ര കിട്ടും? 365 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി, ഇപ്പോൾ കടയിൽ എത്ര രൂപയുണ്ട്? ആദ്യം 20,399 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബൈജു വന്നിട്ട് ഒരു 135 രൂപയ്ക്ക് സാധനം വാങ്ങി സഹായിച്ചു. അപ്പോൾ നമ്മൾ മൊത്തം എത്ര രൂപയെന്ന് കണ്ടുപിടിക്കണം? 20,399 + 135 ചെയ്യുമ്പോൾ കടയിൽ ഇപ്പോഴുള്ള ആകെ തുക കിട്ടും. എത്രയാണ്? 20,534 രൂപയാണ് ഇപ്പോൾ കടയിലുള്ളത്. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇപ്പോൾ കടയിൽ എത്ര 100 രൂപ നോട്ടുകളുണ്ട്? നമ്മൾ എത്ര രൂപയാണ് ബാക്കി കൊടുത്തത്? 365 അല്ലേ. അപ്പോൾ അതിന് എന്തായാലും നമുക്ക് 300 രൂപ ആദ്യം എടുക്കണം. അതിന് ഞാൻ 3 100 രൂപ നോട്ടുകൾ ഉപയോഗിച്ചെങ്കിൽ ആ 3 100 രൂപ നോട്ടുകൾ ഉപയോഗിച്ചാൽ ബാക്കി എത്രയാവും? ഈ 365 രൂപ കൊടുക്കാൻ വേണ്ടി ഞാൻ 3 100 രൂപ നോട്ടുകൾ ഉപയോഗിച്ചു. അപ്പോൾ ആദ്യം എൻ്റെ കയ്യിൽ 16 എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 എണ്ണം ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞല്ലോ. സോ 16 - 3 13 ഇപ്പോൾ കടയിലുള്ള 100 രൂപ നോട്ടുകളുടെ എണ്ണം. ഈസി ക്വസ്റ്റ്യൻ ആണല്ലേ. കുറച്ചൊന്ന് മനസ്സിലാക്കി ചെയ്താൽ മതി. അടുത്തത് 2, 6, 7, 9 എന്നീ അക്കങ്ങൾ എല്ലാം ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിച്ച് എഴുതാവുന്ന 4 അക്ക സംഖ്യകൾ ഏതെല്ലാം? ഇവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? ഇവയിൽ ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? 2-ൽ തുടങ്ങുന്ന നമ്പേഴ്സൊക്കെ ആദ്യം എഴുതുക. അത് കഴിഞ്ഞ് 6-ൽ തുടങ്ങുന്നത് എഴുതുക, 7-ൽ തുടങ്ങുന്നത് എഴുതുക, 9-ൽ തുടങ്ങുന്നത് എഴുതുക. ഇങ്ങനെ തുടങ്ങുന്നത് വെച്ചിട്ട് ഒരു ഓർഡർ കീപ്പ് ചെയ്ത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് ഞാൻ 2-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതി, ദെൻ 6-ൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്പേഴ്സ്, ദെൻ 7, ദെൻ 9 എന്നുള്ള രീതിയിൽ എഴുതുകയാണെങ്കിൽ നമുക്കൊരു മെസ്സ് ആവത്തില്ല. നമ്മൾ ആദ്യമേ നോക്കിയിട്ട് 2, 6, 7, 9 അത് കഴിഞ്ഞ് 9, 7, 6, 2 എന്ന് പറയുന്നത് ഒരു ഓർഡർ ഇല്ലാതെ വെറുതെ എഴുതിപ്പോയാൽ നമുക്ക് ഏതൊക്കെ എഴുതിയില്ല എന്നുള്ള ആകെ ഒരു വെപ്രാളം വരും. സോ എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നോക്കുക, ഇതിൽ ഏറ്റവും വലുതും ഏറ്റവും ചെറുതും ഏതാണെന്ന്. എന്തായാലും 2 കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ചെറുത്. സോ ഞാൻ നോക്കുകയാണ്. അപ്പോൾ ഇവിടെ 2900, 2900, 7, 6. ഓക്കെ, 6 വരുന്നതായിരിക്കും ഏറ്റവും ചെറുത്. ഇപ്പോൾ 2679 ഉണ്ട്, 2697 ഉണ്ട്. അപ്പോൾ 2679 ആണ് ഏറ്റവും ചെറുത്. അതുപോലെ 9-ലും നോക്കുക, 9 ആയിരിക്കുമല്ലോ എന്തായാലും വലുതായിട്ട് വരിക. സോ 9762 ആണ് ഏറ്റവും വലുതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി എന്താ നമുക്ക് വേണ്ടത്? അവ തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ഏറ്റവും ചെറിയ സംഖ്യ കുറച്ചാൽ മതി. സോ നമുക്ക് 7083 എന്നുള്ള 7083 എന്നുള്ളതായിരിക്കും നമ്മുടെ ഇവിടുത്തെ ആൻസർ. അടുത്ത ചോദ്യം നോക്കാം. സിനിയുടെ സ്കൂളിലെ 150 കുട്ടികൾ ഉച്ചഭക്ഷണ പരിപാടിയിൽ സ്കൂളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ്. ഒരു കുട്ടിക്ക് 60 ഗ്രാം അരിയും 40 ഗ്രാം പയറുമാണ് ഒരു ദിവസത്തേക്ക് അനുവദിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ജനുവരി മാസത്തിലെ 23 ദിവസത്തേക്ക് ആകെ എത്ര കിലോഗ്രാം അരിയും എത്ര കിലോഗ്രാം പയറും കൊണ്ടുവന്നു? ശ്രദ്ധിച്ച് നോക്കണേ. ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് 60 ഗ്രാം അരിയും 40 ഗ്രാം പയറുമാണ്. പക്ഷേ
ആൻസർ വേണ്ടത് കിലോഗ്രാമിലാണ്. കണ്ടല്ലോ, കിലോഗ്രാം. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. അങ്ങനെയെങ്കിൽ ഗ്രാമിൽ കിട്ടുന്ന ആൻസറിനെ നമുക്ക് കിലോഗ്രാമിൽ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? ഗ്രാമിലുള്ള ആ ഉത്തരവില്ലേ, അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, ഹരിച്ചാൽ മതി. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒന്നുകൂടെ കേൾക്കാം. 1 കിലോഗ്രാം എന്ന് പറയുന്നത് 1000 ഗ്രാമാണ്. ഗ്രാമിൽ കിട്ടുന്ന ഉത്തരത്തിനെ നമുക്ക് കിലോഗ്രാമിലോട്ട് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ ഉത്തരത്തിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കിയേ. 50 കിലോഗ്രാം ചാക്കുകളിലാണ് അരിയും പയറും കൊണ്ടുവന്നത്. ചാക്കുകളിൽ നിറച്ച ശേഷം മിച്ചമുള്ളത് സഞ്ചിയിൽ കൊണ്ടുവന്ന അരിയും പയറും എത്ര കിലോഗ്രാം ആണെന്നാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യനോ, അരിക്ക് കിലോഗ്രാമിന് 15 രൂപ, പയറിന് കിലോഗ്രാമിന് 30 രൂപ. അങ്ങനെയെങ്കിൽ ജനുവരി മാസത്തിൽ സർക്കാർ ആകെ എത്ര രൂപ ഇതിനായി ചിലവഴിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ തന്നിട്ടുണ്ട്. 1 കിലോഗ്രാം എന്ന് പറയുന്നത് എത്ര ഗ്രാമാണ്? 1000 ഗ്രാമാണ്. നമുക്ക് ആൻസർ നോക്കാം. അരിയുടെ തൂക്കം ഒരു കുട്ടിക്ക് 60 ഗ്രാമാണ്. മൊത്തം അവിടെ 150 കുട്ടികളുണ്ട്. അങ്ങനെ എത്ര ദിവസത്തേക്കാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 23 ദിവസത്തേക്ക്. അങ്ങനെയാണ് ഈ ഒരു കാൽക്കുലേഷൻ വന്നിട്ടുള്ളത്. 23 × 150 × 60 ചെയ്യുമ്പോൾ നമുക്ക് 207 and 3 zeros 2,07,000 ഗ്രാം നമുക്ക് കിട്ടും. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? കിലോഗ്രാമിലോട്ട് മാറ്റണം. ഇതിനെ 3000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ 3 zeros ക്യാൻസലായി പോകും അല്ലേ? അങ്ങനെ നമുക്ക് 207 എന്ന് പറയുന്ന നമ്പർ കിട്ടും. എങ്ങനെയാണ് അത് ഡിവൈഡ് ചെയ്യുക? നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ പ്രത്യേകത? മുകളിലും താഴെയും 3 zeros വീതം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. മേലെയും താഴെയും 3 zeros ഉണ്ടല്ലേ, അത് ഞാൻ ഇവിടെ ക്യാൻസൽ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 207 kg എന്ന് കിട്ടും. അതുപോലെ തന്നെയാണ് താഴെയും ചെയ്തിട്ടുള്ളത്. പയർ 40 ഗ്രാമാണ് ഒരു കുട്ടിക്ക്. അങ്ങനെ 150 കുട്ടികളുണ്ട്. അവർക്ക് 23 ദിവസത്തേക്ക് വേണ്ടത് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് 138 കിലോഗ്രാം എന്ന് കിട്ടും. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ. 50 കിലോഗ്രാം ചാക്കുകളിലാണ് അരിയും പയറും കൊണ്ടുവന്നത്. ചാക്കുകളിൽ നിറച്ച ശേഷം മിച്ചമുള്ളത് സഞ്ചിയിൽ നിറച്ചു. അങ്ങനെയെങ്കിൽ സഞ്ചിയിൽ കൊണ്ടുവന്ന അരിയും പയറും എത്ര കിലോഗ്രാം ആണ് എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കിവിടെ 207 കിലോഗ്രാം അരി ഉണ്ടല്ലേ. 207നെ ഞാൻ 200 + 7 എന്ന് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നോക്കിയേ. നമുക്ക് 200 + 7 എന്ന് എഴുതാൻ പറ്റും. 138ന് നമുക്ക് 100 + 38 എന്ന് എഴുതാൻ പറ്റും. എന്തിനാണ് ഞാൻ ഇങ്ങനെ എഴുതിയെന്നറിയോ? നമുക്കറിയാം 50 കിലോഗ്രാമാണ്. 50 കൊണ്ട് നമുക്ക് 200നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമല്ലോ? പറ്റും. 200നെ 50 കിലോഗ്രാമിൽ 4 ചാക്കുകളിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റില്ലേ? പറ്റും. 138ന് ഞാൻ 100 + 38 എന്ന് എഴുതി. 50 കിലോഗ്രാമിൻ്റെ 2 ചാക്കുകൾ എടുത്താൽ ഈ 100 കിലോഗ്രാം നിറയ്ക്കാൻ പറ്റും. മൂന്നാമത് വരുന്ന ചാക്ക് നിറയ്ക്കാനുണ്ടോ നമ്മുടെ കയ്യിൽ? ഇല്ല. അവിടെ 38 കിലോഗ്രാമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് നിറയോ ചാക്ക്? ഇല്ല. അപ്പോഴാണ് നമ്മൾ എന്തെടുക്കുന്നത്? സഞ്ചി എടുക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ കിട്ടുന്ന 207നെ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഉണ്ടല്ലോ, ആ റിമൈൻഡർ ആയിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. അരിക്ക് കിലോഗ്രാമിന് 15 രൂപയും പയറിന് കിലോഗ്രാമിന് 30 രൂപയുമാണ് വിലയെങ്കിൽ ജനുവരി മാസത്തിൽ സർക്കാർ ആകെ എത്ര രൂപ ഇതിനായി ചിലവഴിച്ചു? അരിയുടെ വില എത്രയാണ്? 15 ആണ്. മൊത്തം എത്ര കിലോ അരിയുണ്ട്? 207. സോ 207 × 15 ചെയ്താൽ മതി. പയറിൻ്റെ വില എത്രയാണ്? 30 രൂപയാണ്. എത്ര പയറാണ് നമുക്ക് വേണ്ടത്? 138 കിലോഗ്രാം. സോ 138 × 30 ചെയ്തിട്ട് ആ രണ്ട് തുകകളും കൂടെ കൂട്ടുമ്പോഴത്തേക്ക് നമുക്ക് ആകെ വില കിട്ടും. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ആദ്യത്തെ രണ്ടെണ്ണം കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും, പക്ഷേ കോൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അടുത്തത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു വർക്കൗട്ട് ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ഇടപ്പറമ്പ് ഗവൺമെൻറ് LP സ്കൂൾ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. LP സ്കൂളിൽ 3 മാസങ്ങളിലായി ഉച്ചഭക്ഷണത്തിന് പച്ചക്കറികൾ വാങ്ങിയതിൻ്റെ ചിലവുകൾ നോക്കൂ. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസത്തിലെ ചിലവുകൾ തന്നിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? ജൂണിൽ 5292 രൂപയാണ് കൃത്യം പറയുന്നുണ്ട്. പക്ഷേ ജൂലൈയിൽ എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് നോക്കിയേ. ജൂൺ മാസത്തേക്കാൾ 252 രൂപ കൂടുതൽ. ഓഗസ്റ്റിലോ ജൂലൈ മാസത്തേക്കാൾ 512 രൂപ കുറവ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ജൂലൈ മാസത്തിൽ എന്തായിരിക്കും? ജൂണിലെ ആ ഒരു എമൗണ്ട് പ്ലസ് 252 ആയിരിക്കും. ഓഗസ്റ്റിലതോ ജൂലൈ മാസത്തിലെ ആ ഒരു എമൗണ്ട് -512 ആയിരിക്കും. അതിനുശേഷം ഈ 3 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുക.
അതിൻ്റെ ആൻസർ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം ആൻസർ. ചെയ്ത് കഴിഞ്ഞവർ ആൻസർ പോസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം. കോൺടാക്റ്റ് ചെയ്യേണ്ട ഇമെയിൽ ഐഡീസും ഒക്കെ നമ്മുടെ പ്രൊഫൈലിലുണ്ട്, നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈലിലുണ്ട്. സോ ചെക്കൗട്ട് ചെയ്തിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. ആൻഡ് എല്ലാവർക്കും എല്ലാ ക്വസ്റ്റ്യനും മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ടോപ്പിക് കോണ്ടൻറ്റ് സജഷനോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മടിയും വേണ്ട, കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ എനിക്ക് പറ്റാവുന്നിടത്തോളം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് എല്ലാ കമൻറ്റും റിപ്ലൈയും നിങ്ങളുടെ എല്ലാ എൻക്വയറീസിനും റിപ്ലൈ ഉണ്ടായിരിക്കും. ഓക്കെ, സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ അനദർ വീഡിയോ. എവ്രി വൺ ടേക്ക് കെയർ.